നമസ്കാരം. റഷീദ് മണൽവെട്ടം, എൻ്റെ നാട് മണൽവെട്ടം എന്ന് പറയുന്ന ചാനൽ എത്തി നിൽക്കുന്നത് ഇന്ന് കിളിമാനൂർ പോലീസ് സ്റ്റേഷന് മുന്നിലാണ്. പ്രിയപ്പെട്ടവരെ, ഗുരുതരമായ ഒരു ആരോപണം ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടിയാണ് എൻ്റെ നാട് മണൽവെട്ടം എന്ന് പറയുന്ന ചാനൽ ഇന്നിവിടെ എത്തപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ കിളിമാനൂർ പോലീസ് സ്റ്റേഷനിലെ പലവിധ കാരണങ്ങളാൽ പിടിച്ചുകൊണ്ടുവരുന്ന വാഹനങ്ങൾ റോഡിൽ സ്ഥാപിച്ചുകൊണ്ട് ഗുരുതരമായ ആരോപണം നടത്തിയിരിക്കുകയാണ് അധികാരികൾ. ഈ അധികാരികളുടെ ഗുരുതരമായ ഈ ആരോപണത്തെ ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടിയാണ് എൻ്റെ നാട് മണൽവെട്ടം എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനൽ ഇവിടെ എത്തപ്പെട്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കേരള ഗവൺമെൻറ്റും ഇവിടെ വിവിധ രാഷ്ട്രീയ പാർട്ടികളും ഇത്തരം കാര്യങ്ങളെല്ലാം കാണാതെ പോകുന്ന ഒരു അവസ്ഥയാണ് ഇന്നുള്ളത്. അതുപോലെ തന്നെ കിളിമാനൂർ പോലീസ് സ്റ്റേഷന് വിവിധ തരത്തിൽ പെറ്റിയടിച്ചിട്ടായാലും അതുപോലെ വിവിധ തരത്തിലായിട്ട് വരുന്ന വാഹനങ്ങളെ പാർക്ക് ചെയ്യുന്നതിന് സൗകര്യം കിളിമാനൂർ പോലീസ് സ്റ്റേഷനിൽ ഇല്ലാത്തൊരവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് റവന്യൂ അധികാരികളായാലും മുഖ്യമന്ത്രി ആയാലും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും രാഷ്ട്രീയക്കാരുടെയും ഒക്കെ ഒരു ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ ചാനൽ ഇന്ന് ഈ വാർത്ത സംപ്രേഷണം ചെയ്യുന്നത്. പ്രിയപ്പെട്ട പൊതുജനങ്ങൾ ഈ സംഭവവികാസം ഏറ്റെടുത്തുകൊണ്ട് പ്രതികരിക്കണം എന്നാണ് ചാനലിന് പറയുവാനുള്ളത്. പൊതുജനങ്ങൾ നടക്കുന്ന നടപ്പാതയിലാണ് ഈ വാഹനങ്ങളെല്ലാം റോഡിൽ നിരത്തിയിട്ടിരിക്കുന്നത്. കാരണം മറ്റു വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനും പൊതുജനങ്ങൾ നടക്കുന്നതിനും പ്രയാസമേറിയ ഒരു സമയമാണ്. ഇതെല്ലാം പൊതുജനങ്ങൾ തിരിച്ചറിയണം, അധികാരികൾ തിരിച്ചറിയണം, രാഷ്ട്രീയക്കാർ തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത്തരമൊരു അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകണമെന്നാണ് എൻ്റെ നാട് മണൽവെട്ടം എന്ന് പറയുന്ന ചാനലിന് പറയുവാനുള്ളത്. പ്രിയപ്പെട്ടവരെ, എല്ലാ പൊതുജനങ്ങളും ഇതിന് അഭിപ്രായങ്ങളും കമൻറ്റുകളും നിർദ്ദേശങ്ങളും നൽകണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ വാർത്തകൾ കാണുന്നതിനും ചാരിറ്റി പ്രവർത്തനം നടത്തുന്നതിനും മറ്റുമായി എൻ്റെ നാട് മണൽവെട്ടം എന്ന് പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു.